മലയാളികൾക്ക് വളരെയധികം ഇഷ്ടമുള്ള രണ്ടുപേരാണ് മൃദുലയും പാർവതിയും. ഇവർ രണ്ടുപേരുടെയും വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഇവർ രണ്ടുപേരും ഇപ്പോൾ സിസ് ബൈ എംപിയുടെ പിന്നാലെയാണ്. പാർവതി ഇപ്പോൾ ഇവരോടൊപ്പം താമസിക്കാൻ തുടങ്ങിയതിന് ശേഷം സീരിയലിലൊന്നും സജീവമല്ല. അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ പാർവതിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർ അറിയുന്നത് ഒരു നല്ല ബിസിനസ്സുകാരി എന്ന നിലയിലാണ്. സിസ് ബൈ എംപിയിലൂടെ നിരവധി വസ്ത്രമാണ് എല്ലാവരുടെ അരികിലേക്കും എത്തുന്നത്. അതുകൊണ്ട് തന്നെ വസ്ത്രത്തോട് വളരെയധികം ഇഷ്ടമുള്ള ഇരുവരും നല്ല നല്ല വസ്ത്രങ്ങൾ കണ്ടെത്തി അത് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഓരോ തവണയും പ്രേക്ഷകർ അത് കണ്ടുപിടിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇപ്പോൾ സിസ് ബൈ എംപിയുടെ പിന്നാലെ തന്നെയാണ്. എന്നാൽ ഇപ്പോൾ അവർക്കൊരു ചെറിയ അബദ്ധം പറ്റിയിരിക്കുകയാണ്. പാഴ്സൽ അയക്കുന്ന സമയം അവരുടെ മെഷീൻ കേടായി. അതെടുക്കാനായി ചെന്ന കടയിലോ ഇവരുടെ സൈസിനെടുക്കാൻ അറിയുകയുമില്ല. എന്നാൽ ആ അങ്കിൾ വളരെയധികം അറിവോടെ തന്നെ നിങ്ങൾ കയറി ചെയ്തോളൂ എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. അതിലൂടെ തന്നെ വളരെയധികം സ്നേഹമാണ് തോന്നുന്നതെന്നും ഇവർ വെളിപ്പെടുത്തുന്നുണ്ട്. പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നത്. ഓരോ തവണയും പ്രേക്ഷകർ വളരെ സ്നേഹത്തോടെയാണ് പ്രതികരിക്കുകയും ചെയ്യുന്നത്. പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. വളരെയധികം സ്നേഹത്തോടെയാണല്ലോ ഇപ്പോൾ കഴിയുന്നത് എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത്. ഇവർ രണ്ടുപേരും നല്ല മനോഹരമായി ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എന്നാൽ പാർവതിക്ക് ഇതിൻ്റെ ഇടയിൽ പല്ലുവേദന അനുഭവപ്പെട്ടതും വീഡിയോയിൽ പറയുന്നുണ്ട്. അവൾക്ക് നല്ല പല്ലുവേദനയുണ്ട്, എന്നാൽ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. എങ്ങനെയെങ്കിലും പാഴ്സൽ കൊടുത്തു വിടണം, ഇന്ന് കൊടുത്തില്ലെങ്കിൽ അത് ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞു പോകും, നമ്മൾ കൃത്യനിഷ്ഠത പാലിക്കണമല്ലോ. അങ്ങനെ കുറേയധികം കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ അവർ സംസാരിക്കുന്നുണ്ട്. സിസ് ബൈ എം പി എന്നത് സഹോദരിമാർ ഇവർ രണ്ടുപേരും തുടങ്ങിയ ഒരു ബിസിനസ് സാമ്രാജ്യം തന്നെയാണ്. ആദ്യമൊക്കെ ഇതിൻ്റെ സ്റ്റോക്ക് എടുക്കുന്നതുമെല്ലാം വളരെ കഷ്ടപ്പെട്ട് തന്നെയായിരുന്നുവെന്നും അവിടെ പോയി സിലക്ട് ചെയ്താണ് ഞങ്ങളിതെല്ലാം എടുത്തതെന്നും അങ്ങനെ മാത്രമേ നമുക്ക് അവരെ വിശ്വസിക്കാനാകൂ എന്നൊക്കെയായിരുന്നു പാർവതിയും മൃദുലയും പറഞ്ഞത്. പിന്നീട് മൃദുല തൻ്റെ സീരിയൽ അഭിനയവും നോക്കി ഇടയ്ക്ക് ബിസിയാകുമ്പോൾ പാർവതി ഒറ്റയ്ക്ക് ഇതെല്ലാം മാനേജ് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ പാർവതി ഭൂരിഭാഗം സമയവും ഈ ബിസിനസ്സിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. രണ്ടുപേരും കൂടി ഒരുമിച്ച് തുടങ്ങിയ ഒരു സംരംഭമാണ്. അതിൽ പാർവതിക്കൊരു മേൽക്കൈയുണ്ട്. കാരണം മൃദുലയ്ക്ക് സീരിയലൊക്കെ നോക്കേണ്ട ഒരു തിരക്കുള്ളത് കൊണ്ട് തന്നെ പാർവതി തന്നെയാണ് ഭൂരിഭാഗം കാര്യങ്ങളും ചെയ്യുന്നത്. അത്തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതും. സോഷ്യൽ മീഡിയയിൽ ഇവരുടെ ഈ സൗഹൃദവും സ്നേഹവും സൗഹാർദ്ദപരമായ ഇവരുടെ പെരുമാറ്റവും എല്ലാം വളരെയധികം ഇഷ്ടപ്പെട്ടാണ് പ്രേക്ഷകർ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർ പങ്കുവയ്ക്കുന്ന വാർത്തയോട് വളരെയധികം പ്രാധാന്യമുണ്ടെന്നും പറയുന്നു. സോഷ്യൽ മീഡിയയിൽ ആരാധകർക്ക് വളരെയധികം സ്നേഹം തുളുമ്പുന്ന വാർത്തയുണ്ടെന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് പ്രേക്ഷകരുടെ പ്രീതി കൂടി ഇവർക്ക് പിടിച്ചു പറ്റുന്നത്. പാർവതിയോടും മൃദുലയോടും നേരത്തെ തന്നെ പ്രേക്ഷകർക്ക് ഒരു പ്രീതി ഉണ്ടായിരുന്നു. ആ പ്രീതി ഇപ്പോൾ കാണാനും സാധിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ നന്നായി തന്നെ പ്രേക്ഷകർ എഴുതി ചേർക്കുകയും ചെയ്യുന്നുണ്ട്. ആരാധകരുടെ സ്നേഹം വളരെയധികം മനസ്സിലാക്കുന്നതിനോടൊപ്പം തന്നെ പ്രേക്ഷകരുടെ ഇഷ്ടം അത് നമുക്ക് മനസ്സിലാക്കാനും ഇതിലൂടെ പറ്റുന്നുണ്ടെന്ന് പറയാം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.